കണ്ഠമിടറി മുദ്രാവാക്യം മുഴക്കുന്നു, കുഞ്ഞിനൊപ്പം കരയുന്നു, കുഞ്ഞിനേക്കാൾ അതിവൈകാരികമായി കരയുന്നു. എത്ര കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ ചില മനുഷ്യർ പടിയിറങ്ങിപ്പോകുമ്പോൾ ഓർത്തുവയ്ക്കാനായി ഉണ്ടാകുക. മറന്നു പോകാതെ നമ്മുടെ മനസ്സിൽ ഉൾച്ചേരുന്നത് എത്ര കാഴ്ചകളാണ്. അത് ചില മരണങ്ങളിൽ മാത്രം സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ള ഒരു കൂട്ടം മനുഷ്യർക്കിടയിൽ മാത്രം സംഭവിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് വലിയൊരു ജനസഞ്ചയം ഒരാളെ ഓർക്കുകയെന്നാൽ, ഒരാൾക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുകയെന്നാൽ, ഒരാൾക്കായി ഇടമുറിയാതെ മുദ്രാവാക്യം മുഴക്കുകയെന്നാൽ ആ മനുഷ്യജീവൻ്റെ വലിപ്പം തന്നെ ഒരു മനുഷ്യനേക്കാൾ വലുതാണ് എന്ന് നമ്മൾ ഓർത്തുപോകും, ഓർമ്മിച്ചു പോകും. ജീവിതകാലത്ത് വിദ്വേഷമുള്ളവരുണ്ടാകാം, വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ടാകാം, എതിർത്തവരുണ്ടാകാം, എതിർത്ത് തോൽപ്പിച്ചവരുണ്ടാകാം, പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. അപ്പോഴും ഒരു കൂട്ടം മനുഷ്യരാൽ അവസാന യാത്രയിൽ ഇങ്ങനെ അന്തിമ അഭിവാദ്യം ഏറ്റുവാങ്ങുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ വലിപ്പം എത്രത്തോളം വലുതാണ് എന്നത് അവിടെ എത്തിയ ജനസഞ്ചയത്തിനൊപ്പം നമ്മളാകെ ഓർക്കുകയാണ്. ഒരു കുട്ടി തോളിലിരുന്ന് മുദ്രാവാക്യം മുഴക്കുന്നു, മുഷ്ടി ചുരുട്ടി VS-നായി ഒരു നോക്ക് കാണാൻ അവസാനമായി എത്ര പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയുടെ അന്തരീക്ഷം ഇളകി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറായി മഴ നിർത്താതെ പെയ്യുന്നുണ്ട്. ഇടയ്ക്കും തോരുമ്പോഴും അപ്പോഴും പ്രിയ VS-നെ വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ പ്രതിബദ്ധമായി അത്രമേൽ സ്നേഹിക്കുന്ന ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആലപ്പുഴയിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ കഴിഞ്ഞ കുറേ മണിക്കൂറായി പ്രേക്ഷകർ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. VS എന്ന രണ്ടക്ഷരം, ആ രണ്ടക്ഷരം വിപ്ലവ സൂര്യൻ എന്നതുൾപ്പെടെ എന്തൊക്കെ വ്യാഖ്യാനങ്ങൾക്ക്, എന്തൊക്കെ പര്യായങ്ങളായി മാറി എന്നതിൻ്റെ, അതെന്തുകൊണ്ട് മാറി എന്നതിൻ്റെ തെളിവായി ഈ ജനക്കൂട്ടം മാറുകയാണ്. അനന്തകൃഷ്ണൻ നമുക്ക് പോകണ്ട. അനന്തൻ കേൾക്കാമോ? കേൾക്കാൻ കഴിയുമെന്ന് കരുതുന്നു. SRCP-യുടെ പട്ടാളത്തെ വെല്ലുവിളിച്ച കഥകൾ ഇങ്ങനെ വൈകാരികമായി മുദ്രാവാക്യങ്ങളായി പ്രകമ്പനം കൊള്ളുകയാണിപ്പോൾ. റിക്രിയേഷൻ ഗ്രൗണ്ടിൽ VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയ ആളുകൾക്കിടയിൽ അവരാൽ വലിയ ചുടുകാട് അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ്? നേരത്തെ അനന്തൻ അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആലപ്പുഴയാകെ മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് അല്പം മാറുന്നുണ്ട്. വലിയ ചുടുകാട്ടിലെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ആരൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്? ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെയും മറ്റ് കക്ഷികളുടെ നേതാക്കളെയും ഒക്കെയാണല്ലോ അവിടെ ഉൾക്കൊള്ളാൻ, അത്ര പരിമിതമായ സ്ഥലത്ത് ഉൾക്കൊള്ളാൻ കഴിയൂ എന്നാണല്ലോ നേരത്തെ നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെയും പുറത്തും ആളുകൾ എത്തുകയാണോ? അന്തരീക്ഷം മെച്ചപ്പെടുന്നുണ്ടോ? എപ്പോഴേക്കും അവിടേക്ക് എത്തിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ പാർട്ടി ഔദ്യോഗികമായി എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? രതീഷ്, ചവിട്ടുന്നിടത്ത ചരിത്രം നിലവിളിക്കുന്നു എന്നൊരു പ്രയോഗം കേട്ടിട്ടുണ്ട്. അത് സമാനമായ ഒരു സ്ഥലമാണ് ഈ പുന്നപ്പറയിലെ ഈ വലിയ ചുടുകാട്. ഈ വലിയ ചുടുകാടിൽ എത്തിയിരിക്കുന്ന ജനങ്ങൾ VS-നോട് അത്രമേൽ പല രീതിയിൽ ബന്ധപ്പെട്ട മനുഷ്യരാണ്. അവർക്ക് VS എന്നാൽ സ്വന്തം ജീവൻ തന്നെയാണ്. ആ VS-ൻ്റെ അന്ത്യയാത്ര അത് അവസാനിക്കുന്നത് ഈ വലിയ ചുടുകാടിലാണ്. അവിടെ ചിതയൊരുങ്ങിക്കഴിഞ്ഞു. ഇനി ഈ പോലീസ് മൈതാനത്ത് നിന്ന് ആ വിലാപയാത്ര പുറപ്പെടേണ്ടതുണ്ട്. അത് കാത്തു നിൽക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ജനസമുദ്രം. നല്ല മഴയാണ്, മഴയ്ക്കൊരു കുറവുമില്ല. മഴ ഇടയ്ക്ക് തോരുന്നുണ്ടെങ്കിലും അതേ ശക്തിയോടെ ഇടവിട്ട് വീണ്ടും പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാവരും നനഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ ആ നനഞ്ഞ് തണുത്ത അവസ്ഥയിലും അവർക്ക് ഉള്ളിൽ കത്തുന്ന, ജ്വലിക്കുന്ന ഒരു കനൽത്തരിയുണ്ട്. അത് VS അച്യുതാനന്ദനാണ്. അവരുടെ പ്രിയപ്പെട്ട നേതാവാണ്, സഖാവാണ്, VS ആണ്. ആ VS-നെ അന്ത്യ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി അവസാനത്തെ അഭിവാദ്യം ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് കണ്ണേ കരളെ VS എന്ന് വിളിച്ചുകൊണ്ട് ആ അന്ത്യയാത്രയ്ക്ക് യാത്രാമൊഴി നൽകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ജനമാണ് ഈ കാണുന്നത് മുഴുവൻ. കുടചൂടി നിൽക്കുന്നവരും നനഞ്ഞു നിൽക്കുന്നവരും ഒക്കെയുണ്ട്. വലിയ ചുടുകാടിൽ ഇപ്പോൾ നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല. അകത്ത് ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നു.
മന്ത്രി സജി ചെറിയാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടെ ജനങ്ങളോട് ക്രമീകരണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വിലാപയാത്ര ഇവിടേക്ക് വരുമ്പോൾ VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ പാലിക്കണം, എങ്ങനെയൊക്കെ ഇവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം മന്ത്രി സജി ചെറിയാൻ ഇടയ്ക്കിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഏതായാലും ജനസമുദ്രമാണ് വലിയ ചുടുകാടിൻ്റെ പ്രധാന ഗേറ്റിന് മുന്നിൽ. ഈ വലിയ ജനത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വേണം അവരുടെ പ്രിയ സഖാവിന് അന്ത്യയാത്രയ്ക്കായി വലിയ ചുടുകാടിലേക്ക് പോകാൻ. അവിടെ VSന്റെ പ്രിയപ്പെട്ട സഖാക്കൾ അന്തി ഉറങ്ങുന്ന സ്ഥലമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഏറ്റവും വലിയ രണസ്മാരകമെന്ന് പറയാവുന്ന സ്ഥലമാണ് ഈ വലിയ ചുടുകാട്. ആ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ വലതുഭാഗത്തായിട്ടാണ് VSന് ചിതയൊരുക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം വരും വിലാപയാത്ര എന്ന് അറിയിക്കുന്നുണ്ടെങ്കിലും അത് എപ്പോഴാകും എന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ചയുമില്ല. ഇപ്പോൾ തന്നെ സമയം 7 മണി കഴിഞ്ഞു. ഇനിയും അവിടെ ജനങ്ങൾ കാത്തു നിൽക്കുകയാണ് VS അച്യുതാനന്ദന്, അവരുടെ പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ. ഇവിടെ മഴയത്തൊക്കെ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങളൊക്കെ എത്ര സമയമായിട്ട് വന്നവരാണ്? ഞാൻ രാവിലെ വന്നതാണ്. എവിടുന്നാണ് വരുന്നത്? തിരുവല്ലയിൽ കണ്ടായിരുന്നു. അവിടെ എവിടെ? തോട്ടപ്പള്ളി വെച്ച് കണ്ടായിരുന്നു. പിന്നെ നമ്മൾ റെയിൽവേ ക്രോസിൻ്റെ അവിടെ വെച്ച് കണ്ടായിരുന്നു. ഇനി സംസ്കാര ചടങ്ങോടെ കഴിഞ്ഞിട്ടേ പോകുന്നു. പിന്നെ പോകത്തുള്ളൂ. അങ്ങനെയാണല്ലോ നമ്മുടെ അങ്ങനെ ചെയ്യാൻ പാടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഏറെ ഇഷ്ടമാണ്. പിന്നെ VS എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചോരയാണ്, ചങ്കിലെ ചോരയാണ്. വലിയ കാലാവസ്ഥയൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ പേമാരി വന്നോട്ടെ, മറ്റേ പ്രളയം വന്നോട്ടെ, ഞങ്ങളിത് കണ്ടിട്ടേ പോകത്തുള്ളൂ. ഈ അവസാന നിമിഷം കണ്ടിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതൊരു ജീവനാണ്. ഉള്ളിൽ ഇരമ്പുന്ന ഒരു സങ്കടക്കടലുണ്ട്. അത് കടിച്ചമർത്തിക്കൊണ്ടാണ് ആ മനുഷ്യൻ നമ്മളോട് സംസാരിച്ചത്. പേമാരി വന്നാലും കൊടുങ്കാറ്റ് വന്നാലും ചങ്കിലെ ചോരയാണ്. എന്തൊരു പ്രതികരണമാണ്. അത് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ കേൾക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നോക്കൂ, ആ പ്രധാന കവാടത്തിലേക്ക് പോകാൻ പോലും പറ്റാത്തത്ര ഒരു മനുഷ്യ മതിൽ പോലെ നിൽക്കുകയാണ് VSനെ സ്നേഹിക്കുന്നവർ. ഇവരെ വകഞ്ഞു മാറ്റിയിട്ട് വേണം പ്രിയ സഖാവിന് ഈ വലിയ ചുടുകാടിനുള്ളിലേക്ക് കടന്നു പോകാൻ. അതെപ്പോൾ വന്നാലും അവർക്ക് പ്രശ്നമില്ല, എത്ര വൈകിയാലും പ്രശ്നമല്ല. കാരണം ഈ 2 ദിവസം അവർ VSന് വേണ്ടി ആലപ്പുഴയുടെ മണ്ണിൽ കാത്തുനിന്നവരാണ്. ആലപ്പുഴക്കാർ മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരെല്ലാം. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് തിരുവല്ലയിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ്. VSനെ കണ്ടിരുന്നോ? പോയി കണ്ടിരുന്നു. VSനെ കണ്ടു. ഞങ്ങൾ കൊല്ലത്തുനിന്ന് വന്നതാണ്. ഒരു ചരിത്രമാവുകയാണല്ലോ ഇന്ന് VS. അപ്പോൾ ഇവിടെ ഇത് കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഹലോ, ഞങ്ങളുടെ നെഞ്ചിലെ തീയാണ് സഖാ VS. സമര പോരാട്ടങ്ങളിൽ ഒരു പാർട്ടി പ്രവർത്തകരും വളരെ ഊർജ്ജം പകർന്ന ഞങ്ങളുടെ അജയനായിട്ടുള്ള നേതാവാണ് സഖാ VS. എന്നും ഞങ്ങളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപിടി രക്തവിഷ്ണു. നിങ്ങളൊക്കെ എവിടുന്ന് വന്നവരാണ്? എവിടുന്നാണ്? ഞങ്ങൾ എറണാകുളം തൃക്കാക്കര. VSനെ കണ്ടിരുന്നോ? കണ്ടു, അവിടെ വെച്ച് കണ്ടു. പിന്നെ ഇവിടുത്തെ ചടങ്ങ് കൂടി കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഇപ്പം സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അതെ. ഇങ്ങനെ ഒരുപാട് മനുഷ്യർ ഇവിടെ ആ VSനെ കണ്ടിരിക്കുന്നു. അവർ പല ഭാഗത്തായിട്ട് ഈ വരുന്ന വഴിയിൽ, വിലാപയാത്ര വരുന്ന വഴിയിലൊക്കെ പോയി അന്ത്യാഭിവാദ്യം അർപ്പിച്ചവരുണ്ട്. ഇവിടെ പൊതുദർശനം നടന്നപ്പോൾ അവിടെ പോയി കണ്ടവരുണ്ട്. പക്ഷെ അവരൊന്നും അതും കഴിഞ്ഞ് പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. അവരുടെ പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം മുഷ്ടി ചുരുട്ടി കണ്ണേ കരളെ VS എന്ന അവസാനത്തെ അഭിവാദ്യവും നൽകി ആ മടക്കയാത്ര പ്രൗഢമാക്കാൻ കാത്തിരിക്കുന്ന VSന്റെ അനുയായികൾ, VSനെ സ്നേഹിക്കുന്ന മനുഷ്യരാണ് ഇവിടെ കൂടി നിൽക്കുന്നവരെല്ലാം. അവർക്ക് മഴയും കാറ്റും പേമാരിയും ഒന്നും പ്രശ്നമല്ല എന്ന് ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണ് അവർ പറയുന്നത്. അവരുടെ കണ്ണുകൾ നമുക്കറിയാം, കാണുമ്പോൾ അറിയാം ആ കണ്ണിൽ സങ്കടമുണ്ട്. പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാതെ VSനെ പോലെ കരുത്തരായി, VS എന്ന് പറയുന്ന കരുത്തനായ നേതാവിനെ സ്നേഹിക്കുന്നവർക്ക് അത്രയും കരുത്ത് പ്രകടമാക്കിയെങ്കിൽ മാത്രമേ കഴിയൂ. ഈ ഒരു വലിയ വിയോഗത്തിൽ, മഹാവിയോഗത്തിൽ അവരെ സംബന്ധിച്ച് വലിയ ശൂന്യതയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആ ശൂന്യത ഇനി ഇവിടെ കൂടി നിൽക്കുന്ന ഈ മനുഷ്യർ വേണം നികത്തേണ്ടത്. VSനെ അമരനായി നിലനിർത്താൻ അവരുടെ ഉള്ളിലെ VSനെ പറ്റിയുള്ള ഈ സ്മരണകൾ, അവർ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന VSനെ പറ്റിയുള്ള അറിവ്, ആ അറിവാണ് ഇനി VSനെ അമരനാക്കി ഈ കേരളത്തിൽ, ഈ ഇന്ത്യയിലൊക്കെ നിലനിർത്തുന്നത്. ഏതായാലും ഇനിയും എപ്പോൾ വരും എന്നുള്ളൊരു തീർച്ച ഇപ്പോഴും ആയിട്ടില്ല. വിലാപയാത്ര എപ്പോൾ വരും എന്ന് ഒരു ഉറപ്പ് ഇപ്പോഴും അനൗൺസ് ചെയ്യുന്നില്ല. വലിയ ചുടുകാടിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഉച്ചയാകുമ്പോഴേക്കും ചിത ഒരുങ്ങിയിട്ടുണ്ട്. അവിടെ
മഴ നനയാതെ നേതാക്കൾക്കൊക്കെ ഇരിക്കാനുള്ള ക്രമീകരണങ്ങൾ അവിടെ പ്രത്യേക പന്തലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, കസേരകൾ ഇട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെയും CPM-ലെയും ഒക്കെ പ്രമുഖ നേതാക്കളൊക്കെ അകത്തേക്ക് വരും. വലിയ ചുടുകാടിനുള്ളിലേക്ക് അവിടുത്തെ ഒരു സ്ഥലപരിമിതി മൂലം പൊതുജനങ്ങൾക്ക് അവിടേക്ക് പ്രവേശനമില്ല. അവർ ഈ ഗേറ്റിന് മുന്നിൽ നിൽക്കും. അതൊക്കെ അനുസരിക്കാൻ അവർ തയ്യാറാണ്. കൃത്യമായി നേരത്തെ അതിനുള്ളിലെല്ലാം ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ പ്രിയ സഖാവിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് ഒരവസരവും ഉണ്ടാകാതെ അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇപ്പോൾ അവർ ഗേറ്റിന് മുന്നിൽ കൂടി നിൽക്കുകയാണ്. വിലാപയാത്ര വരുമ്പോൾ അവർ രണ്ടു ഭാഗത്തേക്കും ഒരു കടൽ പകന്നു മാറുന്നത് പോലെ അവർ വഴിമാറിക്കൊടുക്കും. അവരുടെ ഇടയിലൂടെ ആ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെ ആ ജനസാഗരത്തിനിടയിലൂടെ VS അന്ത്യയാത്രയ്ക്കായി ആ വലിയ ചുടുകാടിനുള്ളിലേക്ക് കടന്നു പോകും. അവിടെ പ്രത്യേകം ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം ആ പ്ലാറ്റ്ഫോമിലാണ് ഭൗതിക ശരീരം വെക്കുന്നത്. അവിടെ പുഷ്പങ്ങളിട്ട് അഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു സൗകര്യം കൂടി ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ചിതയിലേക്ക് വെച്ചുകൊണ്ട് പ്രിയ സഖാവിന് അന്ത്യയാത്ര നേരുക. കേരളം വലിയ ചുടുകാട്ടിന് മുന്നിലുള്ള മഴയത്ത് നിന്നാണ് R അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകുന്നത്. എത്രമേൽ വികാരഭരിതമാണ്, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു പ്രതികരണമായിരുന്നു നേരത്തെ അനന്തൻ അവിടെ നിന്ന് നൽകിയത്. VS-നെ നേരത്തെ കണ്ടതാണ്. എൻ്റെ ചങ്കിലെ ചോരയാണ്, എത്ര വൈകിയാലും കണ്ടേ പോകൂ, പേമാരി വരട്ടെ, പ്രളയം വരട്ടെ, മഴ വരട്ടെ, കണ്ടേ മടങ്ങൂ എന്ന് പറഞ്ഞ് നേരത്തെ അന്ത്യാഭിവാദ്യം അർപ്പിച്ച ഒരു സഖാവ് അദ്ദേഹം വലിയ ചുടുകാട്ടിന് മുന്നിൽ മഴ നനഞ്ഞ് നിന്ന് നടത്തിയ പ്രതികരണം. അങ്ങനെ എത്രയെത്ര നൂറുകണക്കിന് പേർ, ആയിരങ്ങൾ, ഏത് വാക്കാണ് ഉചിതമാവുക എന്നറിയില്ല, അത്രമേൽ വൈകാരികമായ അന്തരീക്ഷത്തിലൂടെ, അത്രമേൽ VS എന്ന ഓർമ്മയിലൂടെ നടന്നു നീങ്ങുകയാണ് രാഷ്ട്രീയ കേരളം.